ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ വൻപൻ സ്രാവുകൾ ഉണ്ട്. വലിയ സംഘത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്വേഷണം അതിവേഗം കൃത്യതയോടെ പൂർത്തിയാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുസ്തഫ, കോടതിയുടെ നിരീക്ഷണം പരാമർശം അത് ഗൗരവമുള്ളത് തന്നെയാണ്. വലിയ സ്രാവുകളുണ്ട്. സ്രാവുകളിലെ ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ണി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്താണ് കോടതിയിൽ നിന്ന് പ്രധാനമായി നടന്നത്? മറ്റൊന്ന്, ഈ SIT സംഘത്തെ മാത്രം കോടതി മുറിയിൽ ഉള്ളിൽ കയറ്റുകയും അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ വാദങ്ങളെല്ലാം നടന്നത്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്? നിലവിൽ ലഭ്യമാകുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് പ്രധാനപ്പെട്ട ചില നിർണായകമായ SIT കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തരുതെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. വിശാലമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു 10 ദിവസത്തെ SITയുടെ അന്വേഷണത്തിന്റെ കൂടി ആ വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കിയ ശേഷമാണ് അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയ സംഘത്തിന്റെ ഇങ്ങേയറ്റത്തെ കണ്ണി മാത്രമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. മാത്രമല്ല, പോറ്റിക്ക് പിന്നിൽ വൻ സ്രാവുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് പോറ്റിയുടെ ഉദ്ദേശം ശരിയായതല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി കൊണ്ടുപോകണം. മാത്രമല്ല, ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ കോടതി സംശയാസ്പദമായാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് ഈ ശബരിമലയിലെ ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ഈ സ്വർണ്ണപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോറ്റിക്ക് അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണാനാവില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത്. മാത്രമല്ല, നേരത്തെയുള്ള 2 ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മുമ്പിലുണ്ട്. ഈ സ്വർണം പണിയെടുത്തതിന് ശേഷം ഒരു നിശ്ചിത അളവിലുള്ള സ്വർണം ബാക്കി വന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ അതിന് അനുമതി നൽകണം എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മെയിൽ അയക്കുന്നു. അത് എസ്കലേറ്റ് ചെയ്തുകൊണ്ട് ബോർഡ് അംഗങ്ങളോട് ചില അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള മറ്റൊരു കമ്മ്യൂണിക്കേഷൻ ദേവസ്വം കമ്മീഷണറുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിന് സമാനമായി കഴിഞ്ഞ 2 വർഷത്തെ 2019 ഈ സംഭവം നടക്കുമ്പോൾ അന്നുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷനാണ് ഇത്. ഇതിനു മുമ്പുള്ള മറ്റു കത്തിടപാടുകൾ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് ഹൈക്കോടതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 474.9 അതായത് ഒരു 1/2 കിലോയോളം സ്വർണമാണ് കാണാതായിട്ടുള്ളത്. കൽപേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് സ്വർണ്ണക്കട്ടിയായി കൊടുത്തു എന്നാണ് ഇപ്പോൾ നേരത്തെ ഈ സ്വർണത്തിന്റെ പണിയെടുത്ത ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് ദേവസ്വം വിജിലൻസിനോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ആ സ്വർണം ഇതുവരെ ദേവസ്വത്തിന്റെ കയ്യിലോ മറ്റെവിടേക്കോ എത്തിയിട്ടില്ല. അത് ആ സ്വർണവുമായി അയാൾ മുങ്ങിയിട്ടുണ്ട് എന്നാണ് നിലവിൽ ഒരു പ്രാഥമിക നിഗമനം. ആ സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് ആ രൂപത്തിൽ തന്നെ ഇത് പല ലെയറുകളിലുള്ള ആളുകളുടെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് വൻ സ്രാവുകളിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇത് ഒരു കേരള പോലീസിന്റെ മാത്രം വിശ്വാസ്യതയുടെ പ്രശ്നമല്ല, ഹൈക്കോടതിയുടെ കൂടി ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണെന്ന് ദേവസ്വം ബെഞ്ച് പറയുന്നു. അതുകൊണ്ട് അന്വേഷണം അതിവേഗത്തിൽ കൃത്യതയോടെ പൂർത്തിയാക്കുകയും എല്ലാ രേഖകളും പരിശോധിക്കുകയും വേണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്.